ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് സ്ട്രിംഗ് സ്പ്ലിറ്റിനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു സ്ട്രിങ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടത്തിനനുസരിച്ച് അതിനെ നമുക്ക് ഓരോ സബ് സ്ട്രിങ് ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു കുറച്ചൊരു സെൻറ്റൻസ് ആണെങ്കിൽ അതിൽ ഓരോ വേർഡ്സുകളും നമ്മൾ കൊടുക്കുന്ന കൺസെപ്റ്റിനനുസരിച്ച് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കൊരു അറയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതാണോ നമ്മൾ സ്പ്ലിറ്റിനായിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അതിനനുസരിച്ച് നമുക്ക് അത് പുതിയൊരു അറയായിട്ട് നമുക്കിവിടെ ലഭ്യമാവും. നമ്മുടെ മുമ്പത്തെ സ്ട്രിങ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഇതേപോലെ തന്നെ പുതിയൊരു സ്ട്രിങ് അല്ലെങ്കിൽ പുതിയൊരു അറേ നമുക്ക് ലഭിക്കും. ഓക്കെ, നമുക്ക് പ്രോഗ്രാമിൽ പല കാര്യങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന വേർഡ്സിനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് സ്പ്ലിറ്റ് എന്ന മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ സ്പ്ലിറ്റിൻ്റെ ഉള്ളിൽ രണ്ട് കൺസെപ്റ്റാണ് വരുന്നത്. ഒന്ന് സെപ്പറേറ്ററും അതേപോലെ ഒന്ന് ലിമിറ്റും. സെപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ആ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്നും, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ എത്ര വേർഡ്സ് വരെ, സെപ്പറേറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത വേർഡ്സ് വരുന്നത് എത്ര ഭാഗം വരെയുള്ളത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഞാനിവിടെ വന്ന് HTML എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ സ്ക്രിപ്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് str എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെൽക്കം ടു നമ്മളെ സൈറ്റിൻ്റെ പേര് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഈ വേരിയബിൾ അറേക്കായിട്ടാണ്, ഒരു അറേ വേരിയബിൾ ആയിട്ടാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറേ എന്ന് നമ്മളതിന് പേര് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു നമ്മൾ മുകളിൽ കൊടുത്ത സ്ട്രിങ്ങിൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. സ്പ്ലിറ്റ്, എന്നിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എവിടെയാണോ സ്പേസ് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ആദ്യത്തെ എത്ര സ്പേസാണ്? നമുക്ക് 3 സ്പേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ നമ്മളിവിടെ വന്നൊരു സ്പേസ്, അതായത് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ സ്പേസ് കൊടുത്തു. അങ്ങനെ ആദ്യത്തെ എത്ര സ്പേസ് നമുക്കിതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അറേൻ്റെ ഉള്ളിലേക്കാക്കി മാറ്റണം എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ എന്ത് ചെയ്യാം? ഈ അറേനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് .write ഇട്ടതിന് ശേഷം നമ്മൾ ആ കൊടുത്ത അറേൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് സേവ് ചെയ്തൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത വേർഡ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് വെൽക്കം എന്നുള്ളത് പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം അപ്പോൾ അതൊരു വേർഡ് ഒരു സെപ്പറേറ്റ് വേർഡാക്കി. അതിനുശേഷം നമ്മൾ ടു എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് വേർഡാക്കി. അതിനുശേഷം നമ്മൾ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വേറെ സെപ്പറേറ്റ് വേർഡാക്കി. അപ്പോൾ നമ്മൾ 3 മാത്രമാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്, അതുകൊണ്ട് നമുക്ക് 3 ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ 3 പകരം നമ്മൾ 4 കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമുക്കിത് 4 വേർഡായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എവിടേക്കാണോ T വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ T എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എത്ര വരെ ലിമിറ്റ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ആ സ്പ്ലിറ്റ് ചെയ്യേണ്ട വേർഡ്സ് സെപ്പറേറ്റർ മാത്രമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇവിടെ എവിടേക്കാണോ T വന്നിട്ടുള്ളത് ആ ഭാഗങ്ങളൊക്കെ ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ വെൽക്കം കഴിഞ്ഞതിന് ശേഷം ഒരു T വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്നുള്ളതിനൊരു T വന്നിട്ടുണ്ട്, അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാം. അതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് സ്പ്ലിറ്റ് ഒന്നും നമുക്ക് ചേർത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് സ്പ്ലിറ്റ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതായത് എത്രയാണോ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് ആ വേർഡിനെ നമ്മൾ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഇവിടെ ഒരു അറേ ആയിട്ട് ഒറ്റ വേർഡ്സിലേക്കായിട്ട് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ടാകും. ഇതിൽ നമ്മൾ സെപ്പറേറ്ററോ അല്ലെങ്കിൽ എത്ര ലിമിറ്റോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ കൊടുത്ത വേർഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് O എന്നുള്ള ഭാഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ O വരുന്ന ആദ്യത്തെ രണ്ട് വേർഡ്സാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ O എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിനുശേഷം നമുക്ക് ആദ്യത്തെ 2 O വരുന്ന ഭാഗമാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ ആദ്യത്തെ O വരുന്ന 2 ഭാഗം മാത്രമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരും. ആദ്യം എവിടെ വരുന്നത്? ഈ ഒന്നാമത്തേത്
ഈ വെൽക്കം എന്നുള്ളതിലത്തെ ഓയും അതേപോലെ തന്നെ ടു എന്ന ഭാഗത്തെ ഓയും ആണ് നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജാവാസ്ക്രിപ്റ്റിലെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് സ്പ്ലിറ്റ്. നമുക്ക് ഒരു സ്ട്രിങ്ങിനെ ഒരു അറയിലേക്ക് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അടിസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് ഡാറ്റാബേസ് ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഉപയോഗത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.